അതേ നമുക്കിന്നൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കിയാലോ? എക്സാമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ വരെ പഠിച്ചെന്നൊക്കെ നമുക്കൊരു അടയാളം വെക്കുന്നത് നല്ലതല്ലേ? അപ്പോൾ നമുക്ക് ബുക്ക് മാർക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഡോംസിൻ്റെ ബ്രഷ് പെന്നാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സ്കെച്ച് പെൻ എടുക്കണേക്കാട്ടിയും വൃത്തി ഉണ്ടാവും ബ്രഷ് പെൻ എടുക്കുമ്പോൾ. ഞാനൊരു ബ്ലൂ വെച്ചിട്ട് ഒരു സാധാ ഫ്ലവറാണ് വരച്ചു കൊടുക്കുന്നത്. കാണുമ്പോൾ മനസ്സിലാവും. എന്നെക്കാട്ടി ഭംഗിയിൽ വരയ്ക്കാൻ അറിയുന്നവരുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നല്ല പാറ്റേൺസൊക്കെ വരച്ചു കൊടുക്കാം. അപ്പം ഞാൻ നല്ല സാധാരണ കട്ടിയുള്ള ഒരു പേപ്പറാ അല്ലെങ്കിൽ ബുക്കിൻ്റെ ഒരു പേജാ എന്തെങ്കിലും എടുത്തിട്ട് ഇതേമാതിരി ചെറിയൊരു അളവിൽ നീളത്തിൽ മുറിച്ചെടുത്തിട്ട് ഇതുമാതിരി ചെറിയ ചെറിയ പാറ്റേൺസ് വരച്ചു കൊടുത്താൽ മതിയിട്ടാ. നമുക്ക് പല ഐഡിയയിലും പല രീതിയിലും ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാൻ ചെറിയ 2 ഫ്ലവർ വരച്ചെടുത്തിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐഡിയയിൽ പല പാറ്റേണിലും പിൻട്രസ്റ്റ് നോക്കിയാൽ ഒരുപാട് പാറ്റേൺസ് കാണാൻ പറ്റും. അപ്പോൾ അതുപോലത്തെ പാറ്റേണിൽ ചെയ്യാം കേട്ടോ. ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എന്തെങ്കിലും ബുക്ക് പകുതി പേജ് മടക്കി വെക്കുകയൊക്കെയാണ് ചെയ്തിരുന്നത്. ഇപ്പം അങ്ങനെയല്ലല്ലോ, ഇപ്പോൾ ഫുൾ ക്യൂട്ട്നെസ് അല്ലേ. അപ്പോൾ നമുക്കിത് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ സാധാരണ അധികം കളറൊന്നും ആഡ് ചെയ്യാതെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവറിലാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ഒരുപാട് പാറ്റേൺസിലും പല ഇതിലും പിൻട്രസ്റ്റ് നോക്കിയാൽ ഇഷ്ടംമാതിരി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കതനുസരിച്ച് ഓരോ ഐഡിയക്ക് അനുസരിച്ച് ഓരോരുത്തരുടെ ഓരോ ഐഡിയ അനുസരിച്ച് മാറ്റി വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെത് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പുറത്ത് കൂടി ഒരു സെല്ലോ ടെപ്പ് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു വാട്ടർ പ്രൂഫിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സെല്ലോ ടെപ്പ് വെച്ച് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മറ്റേ പഞ്ച് മെഷീൻ വെച്ചൊന്നൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് എന്തെങ്കിലും ത്രെഡോ എന്തെങ്കിലും ഉളന്നൂലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യാം, അതൊന്നൊരു ബോയ് ആക്കിയിട്ട് നല്ല ഭംഗിയിലാക്കി വെച്ച് കൊടുക്കാം. നല്ല വൃത്തിയുണ്ടാവും കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഇതുപോലെ ചെയ്ത് വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാറ്റേണിൽ നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.